السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനിലെ 28 മുതലുള്ള വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع الذين محضرون. بسم الله الرحمن الرحيم. وما أنزلنا على قومه من بعده من جند من السماء من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع الذين محضرون. കഴിഞ്ഞ ആയത്തുകളിൽ
സ്വാഹിബു യാസീൻ എന്നറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രമാണ് അല്ലാഹു തആല വിവരിച്ചത്. റസൂലുമാരെ കളവാക്കിയ ജനതയിലേക്ക് ആ നാടിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരികയും എന്നിട്ട് ഈ പ്രവാചകന്മാരെ പിൻപറ്റണമെന്ന് ഗുണകാംക്ഷയോടെ ഉണർത്തുകയും പടച്ച റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ ന്യായമൊന്നുമില്ല എന്നും അല്ലാഹു തആല തീരുമാനിച്ചതിനപ്പുറമായി ഇവർക്കാർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി. ഖിയദഖുലിൽ ജന്ന, റബ്ബ് പറഞ്ഞു നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. അയാളുടെ ആ ഒരു ഗുണകാംക്ഷ, ഒരു ആത്മകഥം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നു. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ റബ്ബിലേക്ക് പുറത്തു എന്നതും എന്നെ ആദരിച്ചുവെന്നതും എന്റെ സമൂഹം അടഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൂടി അല്ലാഹു തആല നമുക്ക് പിന്നീട് ആയത്താക്കി ഇറക്കിത്തരുന്നു. അതോടുകൂടി അല്ലാഹു തആല ആ നാടിന് അദാബ് ഇറക്കിയെന്നാണ്. കാരണം 3 റസൂലുമാരെയും കളവാക്കി 4ാമത് ഗുണകാംക്ഷിയായി വന്ന ഒരു മഹാനായ മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ, ആ മനുഷ്യൻ അവർ കൊന്നുകളയുകയും ചെയ്തു. ആ നാട് അദാബിന് അർഹമായി മാറി. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നാട്ടുകാരെ ഒന്നാകെ നശിപ്പിച്ചു. അതാണ് നമ്മൾ ഓതിയ ആയത്തുകളിൽ ഉള്ളത്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ വമാ കുന്നാ മുൻസിരീൻ. മിനസ്സമായി വമാ കുന്നാ മുൻസിരീൻ. ആ നാട്ടുകാർ അല്ലാഹു തആല നശിപ്പിച്ചു. പക്ഷേ ആ നശിപ്പിക്കുന്നതിന് വമാ അൻസൽനാ, നാം ഇറക്കിയില്ല, അലാ ഖൗമിഹി, ആ അദ്ദേഹത്തിന്റെ സമൂഹത്തിന് മേൽ നാം ഇറക്കിയില്ല, മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം, അഥവാ ആ മനുഷ്യരെ കൊന്നതിന് ശേഷം ആ ആളുകൾ നശിപ്പിക്കുവാൻ വേണ്ടി നാം ഇറക്കിയില്ല, മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും, മിനസ്സമായി, ആകാശലോകത്ത് നിന്ന് ഒരു സൈന്യത്തെ നാം ഇറക്കിയിട്ടില്ല, വമാ കുന്നാ മുൻസിരീൻ, നാം അങ്ങനെ ഇറക്കുന്നവരുമല്ല. പിന്നെ എന്താ ചെയ്തത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോരമായ ശബ്ദം മാത്രമായിരുന്നു അത്. ഫഇലാഹും ഖാമിദൂൻ, അപ്പോഴേക്കും അതാ അവരെല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞു, എല്ലാവരും മരിച്ച് എല്ലാം തകർന്നടിഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ആ നാട് നശിപ്പിച്ചുവെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ആ നശിപ്പിച്ചത് ഒരു ഘോരമായ ശബ്ദം കൊണ്ടായിരുന്നു, അല്ലാതെ ആകാശത്ത് ഒന്നാകെ വലിയൊരു സൈന്യമിറങ്ങി വന്നിട്ട് ആ നാട്ടുകാരെ നശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹു തആലക്ക് അതിന്റെ ആവശ്യമുണ്ടായിട്ടില്ല. അതൊക്കെ എത്രയോ നിസ്സാരമാണ് അവരുടെ കാര്യമെന്ന സൂചനയാണ് അത്. ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അവിടെ പറഞ്ഞത് കാണാം. അതായത് ആ നാട്ടുകാർ അത്രയും ദുർബലന്മാരാണ്. അല്ലാഹു തആലക്ക് അങ്ങനെ അവിടെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വലിയ സൈന്യത്തെ ഒന്നും ഇറക്കേണ്ടി വന്നിട്ടില്ല. വമാ ഇഹ്താജ ഫീ ഹിലാകിഹി ഇയ്യാഹും ഇലാ ഇൻസാൽ ജുന്ദിൻ മിനൽ മലായികത്തി അലൈഹിം, അവർക്കൊരു മലക്കുകളുടെ സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമൊന്നും അല്ലാഹു തആലക്ക് ഇല്ല. അവരതിനേക്കാൾ എത്രയോ നിസ്സാരമാണ്. ഒറ്റ ശബ്ദം, ആ ശബ്ദത്തോടുകൂടി എല്ലാം അവസാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ് ഇറങ്ങിയത് എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിലുള്ളത്. ആ ഘോര ശബ്ദം എന്നുള്ളത് ജിബ്രീലിന്റെ ശബ്ദമായിരുന്നതാണ്. മലക്കിറങ്ങി വന്നു, ജിബ്രീലിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഘോരമായ ശബ്ദം, ആ ശബ്ദത്തോടു കൂടി ആ നാട്ടുകാർ മുഴുവനും അതോടുകൂടി നശിച്ചു എന്നാണ്. വമാ അൻസൽനാ, നാം ഇറക്കിയില്ല, അലാ ഖൗമിഹി, ആ സമുദായത്തിന്റെ മേൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിന് മേൽ നാം ഇറക്കിയില്ല, മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ ശേഷം, മിൻ ജുന്ദിൻ, ജുന്ദ് സൈന്യം, പട്ടാളം, ഇതാണ് ജുന്ദ് എന്നറിയാം. ജുന്ദി എന്ന് പറഞ്ഞ പട്ടാളക്കാരൻ, ജുന്ദ് സൈന്യം, ജുനൈദ് കൊച്ചു സൈന്യം, ജുനൂദ് സൈന്യങ്ങൾ. ജുന്ദുൻ എന്നതിന്റെ ബഹുവചനമാണ് ജുനൂദുൻ. ജുനൈദുൻ കൊച്ചു സൈന്യമാണ് ജുനൈദ്. ജുന്ദി എന്ന് പറഞ്ഞാൽ സൈനികൻ, പട്ടാളക്കാരൻ എന്നാണ്. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും നാം ഇറക്കിയില്ല, മിനസ്സമായി, ആകാശത്ത് നിന്ന്. വമാ കുന്നാ, നാം അല്ലതാനും, മുൻസിരീൻ, അതിനെ ഇറക്കുന്നവരും അല്ല. മുൻകാല സമുദായങ്ങൾക്ക് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, അവിടെ നിന്നും സൈന്യങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല. നൂഹ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് വെള്ളപ്പൊക്കം കൊണ്ടാണ്. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് ചരൽ മഴ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ അല്ലാഹു തആല പല നിലക്കുള്ള അദാബുകൾ ഇറക്കാറുണ്ട്.
എല്ലാം റബ്ബിന്റെ മഖ്ലൂഖാത്താണ്. തീയും വെള്ളവും അതേപോലെ കല്ലുകളും എല്ലാം അള്ളാന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ ഏതിനെയും അല്ലാഹു തആലാക്ക് അദാബാക്കി ഇവിടെ മാറ്റാം. വെള്ളം നിഅമത്താണ്, അതേ വെള്ളം തന്നെ അദാബായി മാറിയിട്ടുണ്ട്. തീ നിഅമത്താണ്, അതേ തീ അദാബായി മാറുന്നുണ്ട്. കാറ്റ് അനുഗ്രഹമാണ്, അതേ കാറ്റ് ശിക്ഷയായി മാറാറുണ്ട്. ഇങ്ങനെ തുടങ്ങി പടച്ച റബ്ബിനെ ഏതിനെയും ഉപയോഗിക്കാം. മൂസാ നബിയുടെ സമുദായത്തില് തവളയും പേനും വരെ അല്ലാഹു തആല അദാബായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പടച്ച റബ്ബിന് ഏതിനെയും ഉപയോഗിക്കാം. അല്ലാതെ ആകാശത്തൊന്നാകെ ഒരു വലിയ പട മലക്കൾ ഇറങ്ങി വന്നെങ്കിലേ ഓരൊക്കെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, അത്രമാത്രം ശക്തനാണ് എന്നൊന്നുമില്ല. പടച്ച റബ്ബിന് മുമ്പിൽ എല്ലാവരും ദുർബലന്മാരാണ്. അതുകൊണ്ട് വമാ കുന്നാ മുൻസിരി, നാം അങ്ങനെ ഇറക്കുന്നവരുമല്ല. ബദറിൽ മലക്കില്ല എന്ന് പറയാൻ ഈ ആയത്ത് തെളിവാക്കിയ മനുഷ്യന്മാരുണ്ട്. ബദറിൽ മലക്ക് ഇറങ്ങിയെന്ന ആയത്ത് ഹദീസ് ഖുർആനെതിരാണ്. കാരണം ഖുർആൻ അല്ലാഹ് പറഞ്ഞത് നമ്മൾ ഇറക്കിയിട്ടില്ല, വമാ കുന്നാ മുൻസിരി, ഇറക്കുന്നവരുമല്ല. അപ്പൊ ഇറക്കി ഹദീസ് വന്നാല് ആ ഹദീസ് സ്വീകാര്യമല്ല എന്നാണ് എഴുതി വെച്ച ശബാബിലൊക്കെ. ഖുർആന്റെ വ്യക്തമായ അധ്യാപനത്തിന് വിരുദ്ധമാണ്. ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇറക്കിയത് ഒരു മലക്കിനെ മാത്രമാണ്, ജിബ്രീൽ മാത്രമാണ്. എല്ലാ തഫ്സീലും പറഞ്ഞു. അപ്പൊ ഒരിക്കലും എതിരല്ല. ഒരു സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ ഇറക്കിയിട്ട് അള്ളാഹ്ക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. ഇനി ബദറില് അള്ളാഹ്ക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടാണോ ഇറക്കിയത്? അല്ല. ഒലക്കപ്പടെ ഇറക്കിയെങ്കിലേ അബൂജഹലിനെയും കൂട്ടി നശിപ്പിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അള്ളാഹ് ഇറക്കിയത് എല്ലാവരും കൂടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് നബിക്കുള്ള ആദരവായിരുന്നതാണ്. വന്നു, അതാപറ്റ് വന്നു. പക്ഷേ പിന്നീട് അവിടെ ചരൽ മഴ പെയ്തു, അതേപോലെ ഘോരമായ ശബ്ദം ഉണ്ടായി. ആ നാടിനെ മറിച്ചതാണ് മലക്കൾ പിന്നെ വന്നത്. അപ്പൊ ഇത് ഖുർആന്റെ എതിരല്ല, ഖുർആൻ യോജിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ മുൻകാല സമുദായങ്ങളിൽ ഒന്നും ഇറങ്ങാത്ത വിധം പിന്നെ 3000 5000 മലക്കള് ബദറിലിറങ്ങി. അതെന്തിനായിരുന്നു? ഇമാം ഖുർത്തുബി പറഞ്ഞത് കാണാം. അത് ഈ ഉമ്മത്തിനുള്ള, ഈ പ്രവാചകർക്കുള്ള ഒരു ഇക്റാം, ഒരു ആദരവാണ്. അവർക്കൊന്നും നൽകാത്തൊരു അംഗീകാരം അല്ലാഹു തആല മുഹമ്മദ് നബിക്കും സഹാബത്തിനും നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് 5000 മലക്കുകൾ അല്ലാഹു തആല ഇറക്കിയത് എന്നാണ് തഫ്സീറിലൊക്കെ അതിന് ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ആ ഹദീസ് ഇതിനെതിരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഹദീസുണ്ട്, ഹദീസ് ഈ ആയത്തിന് എതിരാകുന്നു എന്നല്ല പറഞ്ഞത്. ഈ ആയത്തിന്റെ പൂർത്തീകരണം തന്നെയാണ് ആ ഒരു ഹദീസും. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഇൻകാനത്ത് അതായിരുന്നില്ല, ഇല്ലാ സ്വൈഹത്തം വാഹിദ, ഒരു ഘോരമായ ശബ്ദമല്ലാതെ ആയിരുന്നില്ല. ഇൻകാനത്ത്, ഇന്നാണ് അവിടെ മാ അല്ല എന്നർത്ഥം. ഇൻകാനത്ത് ഒമാകാനത്ത്, അതായിരുന്നില്ല, ഇല്ലാ സ്വൈഹത്തൻ, ഒരു അട്ടഹാസമല്ലാതെ ആയിരുന്നില്ല, ഘോരമായ ശബ്ദമല്ലാതെ ആയിരുന്നില്ല, വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദം. ഫഇദാഹും ഖാമിദൂൻ, ഫഇദ, അപ്പോഴതാ, ഹും, അവർ, ഖാമിദൂൻ, എല്ലാം കെട്ടടങ്ങി. ഖാമിദ് എന്ന് ഉപയോഗിക്കുന്നത് തീയിനാണ്. തീയൊക്കെ ആളിക്കത്തി എല്ലാം കെട്ടടങ്ങി വെണ്ണീറായി ഒതുങ്ങിയാലാണ് ഖമിദ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആ തീ എന്തെല്ലാം ശക്തിയും എത്രയൊക്കെ ഏതെല്ലാം വിറകിനെ പിടിച്ചു തിന്നതാണെങ്കിലും അവസാനം കെട്ടടങ്ങി ഒന്നുമല്ലതായി മാറുന്നു. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ച്. ഓലക്ക് വലിയ ആളിക്കത്തി വലിയ ആളുകളായി വരുന്നു. പക്ഷെ ഒറ്റ ശബ്ദത്തോടുകൂടി എല്ലാം അടങ്ങി, എല്ലാം അവസാനിച്ചു. അവരൊക്കെ മരണപ്പെട്ടെടുത്തം ഫൈദാഹും മയ്യിത്തൂൻ ഫൈദാഹും ഹാലിക്കൂൻ എന്ന അർത്ഥത്തിലാണ് ഫൈദാഹും ഖാമിദൂൻ. അവിടെതാ എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു. ഒറ്റ ശബ്ദത്തോടു കൂടി ആ സമൂഹം ഒന്നാകെ മരിച്ച് എല്ലാവരും അതാ അടങ്ങിയിരിക്കുന്നു. ഈ ഫൈദാഹും ഖാമിദൂൻ യാ ഹസ്റത്തൻ അലൽ ഇബാദ്. ഇനി അല്ലാഹ് പൊതുവായി പറയാണ്. ഈ സംഭവം അവസാനിച്ചു. അപ്പൊ അല്ലാഹു ആദ്യം ഒരു നാടിനെ പറഞ്ഞു, മസലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. 13ാമത്തെ ആയത്തില് ഒരു ഖറിയ, അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമത്തിനെ പറ്റി നിങ്ങൾ അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ഇതെന്തിനാ പറഞ്ഞത്? ഇതേ അനുഭവമാണ് ഇപ്പൊ നബിക്കുള്ളത്. നബി തങ്ങൾ മക്കയിൽ വന്ന് ദഅവത്ത് നടത്തുമ്പോൾ ഇതേ അനുഭവമാണുള്ളത്. അവരെ എതിർപ്പും പ്രശ്നങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ആയിട്ടാണ് അവരിപ്പോ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ഇന്ന് പുതുമള്ളതൊന്നല്ല, മുൻകാലത്തും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നബി നിങ്ങൾ വന്നപ്പോ അങ്ങനല്ലേ? എന്നാൽ 2-3 നബിമാർ ഒന്നിച്ചു വന്നിട്ടും ഇങ്ങനെ എതിർത്ത
നാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കഥ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ കഥയിൽ നിന്ന് സ്വഹാബത്തിന് ഒരു ധൈര്യം കിട്ടലുണ്ട്. മുസ്ലിക്കീങ്ങൾക്ക് ഒരു വാണിംഗും ഉണ്ട്. നിങ്ങളെക്കാളും വലിയവരൊക്കെ പണ്ട് ഇങ്ങനെ നിഷേധിച്ചിട്ടുണ്ട്. അവസാനം അവർക്ക് സംഭവിച്ചത് ഇതൊക്കെയായിരുന്നു എന്നൊരു വാണിംഗും, അതേപോലെ നബിക്കും സഹാബിമാർക്കും അതൊരു സമാധാനിപ്പിക്കലും. അതാണ് റബ്ബിലൂടെ പഠിപ്പിക്കുന്നത്. സമാനമായ അനുഭവങ്ങൾ ഏത് കാലത്തും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നബിയുടെ കാലത്തും കാണാം. അബൂ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു സ്വഹാബി നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെ നിങ്ങൾ എന്റെ കൗമിലേക്ക് ദഅവത്തിനായി പറഞ്ഞയക്കണം. ഞാൻ അവിടെ ചെന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കട്ടെ. നബി തങ്ങളെ പറഞ്ഞു, ഇന്നി അഖാഫു അൻ യഖ്തുലൂക, അവൻ നിന്നെ കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, എന്നെ ഒരിക്കൽ അത്രയും ബഹുമാനാണ്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ പോലും എന്നെ ഉണർത്തൂല. അത്രയും വലിയ ബഹുമാനമാണ് അവർക്ക് എന്നോട്. ഞാൻ ഉറങ്ങുന്നത് കണ്ടാൽ ഉണർത്താൻ പോലും അവര് ധൈര്യം കാണിക്കുന്നില്ല. അപ്പൊ നബി ഞങ്ങൾ എന്നാ ശരി, നീ പോയിക്കോ. അവിടെ ചെന്ന് രാത്രി മുസൈക്ക് നോക്കി അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ സമൂഹമേ, ഇന്നല്ലാത്ത ലാലാത്ത് വഇന്നൽ ഉസ്സ ലാ ഉസ് ലാ ഉസ്സ അസ്ലിമു തസ്ലമു. ഒരു രാത്രിയിൽ ഒരു ഉസ്സയില്ല, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോ അവർ ഒന്നാകെ ചാടി വീണു, അദ്ദേഹത്തെ എറിഞ്ഞു, അദ്ദേഹം അതില് മരിച്ചു വീണു. നബി ഞങ്ങൾ പറഞ്ഞു, ഇന്ന മസ്ലു ഹാദാ കമസ്ലി സ്വാഹിബി യാസീൻ, ഇദ്ദേഹം സ്വാഹിബ് യാസീനെ പോലെയാകുന്നു. ഈ പറഞ്ഞ സ്വാഹിബ് യാസീനാണ് ഈ പറഞ്ഞ ആള്. ഇതാകുന്നു ആ മനുഷ്യന്റെയും ഉപമ എന്ന് നബി ഞങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാ കാലത്തും ഉണ്ട്. എത്ര ബഹുമാനിക്കപ്പെടുന്ന ആളും എത്ര വലിയ ആളായിക്കോട്ടെ, ഈ തൗഹീദാണ് പറയുമ്പോ അവിടൊക്കെ സ്വഭാവം മാറും. അതാണ് ഉറങ്ങിക്കെടുക്കുമ്പോ പോലും ഉണർത്താത്ത മനുഷ്യന്മാരാണ് കല്ലെടുത്തിട്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞത്. അത് സംഭവിക്കും. അതാണ് അല്ലാഹ് പൊതുവായി പറഞ്ഞ യാ ഹസ്റത്തൻ അലൽ ഇബാദ്. യാ ഹസ്റത്തൻ, എന്തൊരു ഖേദമാണ്, എന്തൊരു നഷ്ടമാണ്, വല്ലാത്ത വിഷമമാണ്. അലൽ ഇബാദ്, അടിമകളുടെ കാര്യം. യാ ഹസ്റത്തൻ അലൽ ഇബാദ്, ഹോ കഷ്ടം, അടിമകളുടെ കാര്യം എത്ര പ്രയാസകരമാണ്. കാരണം എന്താ, മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. മാ യഅതീഹിം, അവർക്ക് വരുന്നില്ല, മിർ റസൂലിൻ, ഒരു റസൂലും തന്നെ, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ ആ റസൂലിനെ പരിഹസിച്ചുകൊണ്ടല്ലാതെ ഇല്ല. ഏത് നബിമാര് വന്നാലും ആ നബിമാരൊക്കെ പരിഹസിക്കുകയാണല്ലോ ഈ ആളുകളൊക്കെ ചെയ്തുകൊണ്ട്. അവരുടെ കാര്യം എത്ര കഷ്ടം, അടിമകളുടെ കാര്യം എത്ര കഷ്ടം. ഇത്ര വലിയ സത്യവുമായി റസൂലുമാര് വരുമ്പോൾ സ്വീകരിക്കുന്നതിന് പകരം ആ റസൂലുമാരെ കളവാക്കാനും പരിഹസിക്കാനും തള്ളിക്കളയാനുമാണല്ലോ ഈ ആളുകളൊക്കെ തയ്യാറാകുന്നത്. എന്തൊരു കഷ്ടമാണ് അവരുടെ കാര്യം. യാ ഹസ്റത്തൻ അലൽ ഇബാദ്, യാ ഹസ്ര, എന്തൊരു കഷ്ടമാണ് എന്നാണ് സാധാരണ ഒരു പ്രയോഗമാണ്. യാ ഹസ്റത്തൽ ഇബാദ് എന്നും പറയാം, യാ ഹസ്റത്തൽ ഇബാദ്. അല്ലെങ്കിൽ പരലോകത്ത് അവർക്കിത് ബോധ്യമാകുന്ന ഖേദത്തെയും സൂചിപ്പിക്കാം. അടിമകൾക്ക് ഈ ഖേദമൊക്കെ അവിടുന്ന് മനസ്സിലാകും. അതാണ് യാ ഹസ്റത്തൻ അലൽ ഇബാദ്. അതെ, യാ വൈല തന്നെ എന്റെ നാശമേൻ വൈല്, ഇത് അവരുടെ കാര്യം മഹാകഷ്ടം. അതാണ് യാ ഹസ്റത്തൻ അലൽ ഇബാദ്, അടിമകളുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ്. മാ യഅതീഹിം മിർ റസൂലിൻ, അവർക്ക് ഏത് റസൂല് വന്നാലും ശരി, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ ആ റസൂലിനെ പരിഹസിക്കുന്നവരായിക്കൊണ്ടല്ലാതെ ഇല്ല. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, അലം യറൗ, അവർ കാണുന്നില്ലേ, കം അഹ്ലക്നാ, നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന്. അഹ്ലക, നശിപ്പിച്ചു. അഹ്ലക്നാ, നാം നശിപ്പിച്ചു. കം അഹ്ലക്നാ, നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന് അവർ കാണുന്നില്ലേ. അലം യറൗ, അവർ കാണുന്നില്ലേ, അവർ കണ്ടില്ലേ, കം അഹ്ലക്നാ, നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന്. മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അന്നഹും, തീർച്ചയായും അവരൊക്കെ, ലാ ഇലൈഹിം, ഇവരിലേക്ക്, ലാ യർജിഊൻ, മടങ്ങി വരുന്നില്ല എന്നവർ കാണുന്നില്ലേ. എത്രയെത്ര ആളുകൾ നശിച്ചു പോയി, ഏതെല്ലാം സമൂഹത്തിൽ നശിപ്പിച്ചു, ഓരോന്നും പിന്നെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവരൊക്കെ അതോടുകൂടി അവസാനിച്ചല്ലോ. അതെന്തേ ഇവർ കണ്ടു മനസ്സിലാക്കാത്തത്
ഇത് പൊതുവായൊരു ഉപദേശമാണ്. അതോടൊപ്പം ചില ദഹരിയാവാദക്കാർ, അതായത് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ തന്നെ എണീറ്റ് വരും എന്ന് വാദിക്കുന്നവരും അക്കാലത്തുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ തന്നെ വീണ്ടും അവര് ജീവിച്ചു വരും, രണ്ടാമത് ഇവിടെ തന്നെ അവർ ജനിക്കും എന്ന് പറയുന്നവർ, അതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര തലമുറ ഇവിടെ നശിച്ചു പോയി, അവരൊക്കെ ഇവിടെ മടങ്ങി വരുന്നുണ്ടോ? അതൊന്നും മടങ്ങി വരുന്നില്ല എന്ന് ഇവർ കാണുന്നില്ലേ? എല്ലാവരും തന്നെ അവരൊന്നും തന്നെ ഇല്ല, എങ്ങനെയായിട്ടല്ലാതെ അവിടെ ഇല്ലാന്നർത്ഥം, ആയിട്ടല്ലാതെ, അവരൊന്നും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരായിട്ടല്ലാതെ ഇല്ലതാനും. എല്ലാവരും തന്നെ, ആരും തന്നെ ഇല്ല, എങ്ങനെയായിട്ടല്ലാതെ, എല്ലാവരുമായിട്ടല്ലാതെ, ലദൈന നമ്മുടെ പക്കൽ മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവർ, എല്ലാവരും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ ഇല്ല. അഥവാ എല്ലാവരും ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും എന്നർത്ഥം. ദുനിയാവിന്ന് അങ്ങനെ പോകും, നശിപ്പിക്കപ്പെട്ടാലും അല്ലാതെ മരിച്ചാലും ഒക്കെ ഇവിടുന്ന് പോയാ പോയി. ഇനി എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും, അവിടെ എല്ലാവരും വരുമെന്നല്ലാതെ ഇവരടുത്തേക്ക് വീണ്ടും അവരാരും തിരിച്ചു വരുന്നില്ല. അത് കണ്ടുകൂടെ അവർക്ക്. ഈ യാഥാർത്ഥ്യം പറയാനാണ് പ്രവാചകന്മാർ അല്ലാഹു പറഞ്ഞയച്ചത്. പക്ഷേ ആ പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ അവരെ പരിഹസിക്കാനാണല്ലോ ഈ ആളുകൾ തയ്യാറാകുന്നത്. അവരെ കാര്യം മഹാ കഷ്ടം തന്നെയാകുന്നു. അല്ലാഹു അഅലം. മൊത്തമർത്ഥം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ ഉപരിലോകത്തിൽ നിന്ന് നാം ഒരു സൈന്യത്തെ അയച്ചിട്ടില്ല. നാം അങ്ങനെ അയക്കുന്നവരും ഇറക്കുന്നവരുമല്ല. അതൊറ്റ ഘോരമായ ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അപ്പോഴേക്കും അവരതാ എല്ലാം ഒതുങ്ങിയിരിക്കുന്നു. അടിമകളുടെ കാര്യം എത്ര കഷ്ടം. ഏതൊരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടാലും ആ റസൂൽ അവർ പരിഹസിക്കാതിരിക്കുന്നില്ല. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖുറൂൻ, അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് എന്ന് അവർ കാണുന്നില്ലേ? അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊന്നും ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല എന്നതും അവർ കാണുന്നില്ലേ? വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും തന്നെ നമ്മൾക്ക് ഹാജരാക്കപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ ഇല്ല. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع الذين محضرون. سبحانك اللهم. السلام عليكم.